എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കുതിരമാളികയെ പറ്റിയാണ്, അഥവാ പുത്തൻമാളിക കൊട്ടാരം. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി ശ്രീ സ്വാതി തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പണിതീർത്ത ഒരു കൊട്ടാരമാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻമാളിക കൊട്ടാരം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് ഭരണത്തിൽ വന്നു. ആ കാലഘട്ടത്തിൽ കല, സാമൂഹികം, വാസ്തുശില്പകല തുടങ്ങിയ മേഖലകളിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം, വാനനിരീക്ഷണ കേന്ദ്രം തുടങ്ങിയവ സ്വാതി തിരുനാൾ ഭരിക്കുന്ന കാലത്ത് നിലവിൽ വന്നവയാണ്. ഇതേ കാലഘട്ടത്തിൽ, അതായത് 1840-ൽ സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് പുത്തൻമാളിക കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ പുറമെ തടിയിൽ 122 കുതിരകളെ വരിവരിയായി കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 22 ഏക്കർ സ്ഥലത്ത് നിൽക്കുന്ന കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് കിട്ടിയത്. ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് കുതിരമാളികയിൽ താമസിക്കുകയുണ്ടായി. എന്നാൽ കുറച്ച് മാസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് താമസിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മറ്റ് രാജകുടുംബാംഗങ്ങളാരും ഇവിടെ താമസിക്കാൻ കൂട്ടാക്കിയില്ല. വാസ്തുവിദ്യാ ദോഷം കൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ബ്രഹ്മസ്ഥാനം അഥവാ നടുമുറ്റത്തിൻ്റെ അഭാവം, തെക്ക് ഭാഗത്തായിട്ടുള്ള പ്രധാന വാതിൽ, അങ്ങനെയുള്ള വാസ്തുവിദ്യാ ദോഷം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നുള്ള വിശ്വാസത്താൽ ഇവിടെ പിന്നെ രാജകുടുംബാംഗങ്ങളാരും താമസിക്കുകയുണ്ടായില്ല. എന്നാൽ ഇപ്പോഴും ഇതിൻ്റെ നടത്തിപ്പ് രാജകുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. ഈ കൊട്ടാരത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ മ്യൂസിയം പ്രവർത്തിച്ചു വരുന്നത്. അറ്റകുറ്റപ്പണികളില്ലാത്തതുകൊണ്ട് മനോഹരമായി കൊത്തുപണികളുള്ള ഈ കൊട്ടാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നവീകരിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. ഇവിടെ നിന്നാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നന്നായി കാണാവുന്നതാണ്. 1846-ൽ സ്വാതി തിരുനാളിൻ്റെ മരണത്തിന് ശേഷം ഇത് ഒഴിഞ്ഞു കിടക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ ആദ്യം കാണുന്നത് പല രീതിയിലുള്ള കഥകളി രൂപങ്ങളാണ്. അതെല്ലാം തടിയിൽ നിർമ്മിച്ചവയാണ്. ഒരുവിധം എല്ലാ കഥകളി വേഷങ്ങളും ഒരു ചെറിയ കാര്യം പോലും വിടാതെ വളരെ മനോഹരമായിട്ടാണ് പകർത്തിയിരിക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ വളരെ പഴയതും പ്രസിദ്ധവുമായ പല വസ്തുക്കളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധം 24 ആനകളുടെ കൊമ്പിൽ തീർത്ത സിംഹാസനവും, അതായത് ദന്തസിംഹാസനവും സ്ഫടിക സിംഹാസനവുമാണ്. ഓരോ മുറിയിലും വ്യത്യസ്തമായ കൊത്തുപണികൾ കാണാൻ കഴിയും. കൊട്ടാരത്തിൻ്റെ നിലം പണികൾ ചെയ്തിരിക്കുന്നത് മുട്ടയും കരിയും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചാണ്. അതിപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. മുകളിലെ നിലയിൽ ഇരുന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ടായിരുന്നു സ്വാതി തിരുനാൾ മഹാരാജാവ് കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. അതിനടുത്തായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു രഹസ്യ വഴിയും കാണാം. ആ സ്ഥലത്ത് ഒരു ചെറിയ കോവേണിയുണ്ട്. അതിൽ ചില കൊത്തുപണികളുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഏതോ ഒരു ജീവി എന്ന് തോന്നും. പക്ഷേ ഗൈഡ് കാണിച്ചു തരുമ്പോൾ ഓരോ വിധത്തിൽ അത് മയിൽ, വ്യാളി, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ മച്ചിലും തത്ത, മയിൽ, ആന എന്നീ ജീവികളുടെ പെയിൻറ്റിങ്ങും തടിയിലെ ചിത്രപ്പണികളും കാണാം. ഇതുകൂടാതെ ധാരാളം വ്യാളികളെയും കാണാം. നേപ്പിയർ മ്യൂസിയത്തിൽ കാണുന്ന ഈസ്റ്റേൺ ഇൻഫ്ലുവൻസിൻ്റെ തുടർച്ചയായിരിക്കണമെന്നാണ് പറയപ്പെടുന്നത്. മുകളിലെ നിലയിൽ ഒരു കിളിവാതിലൂടെ നോക്കിയാൽ അങ്ങ് അറ്റത്തുള്ള കിളിവാതിൽ വരെ എല്ലാം വരിവരിയായി കാണാം. കൂടാതെ 5000-ഓളം പണിക്കാരെ കൊണ്ട് വെറും 4 കൊല്ലം കൊണ്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ പണി തീർത്തത് എന്നും ശ്രദ്ധേയമാണ്. പ്രസിദ്ധമായ മേത്തൻ മണി ഈ കൊട്ടാരത്തിൻ്റെ വടക്ക് ഭാഗത്താണ്. ഈ കൊട്ടാരത്തിലാണ് പ്രസിദ്ധമായ സ്വാതി തിരുനാൾ സംഗീതോത്സവം നടക്കുന്നത്. അത് നവരാത്രി കാലഘട്ടത്തിലാണ്. 9 ദിവസവും സ്വാതി തിരുനാൾ മഹാരാജാവ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം 9 കൃതികൾ രചിക്കുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു. പിന്നീടും നവരാത്രി സമയത്ത് ഈ കൊട്ടാരത്തിൽ സ്വാതി തിരുനാൾ സംഗീതോത്സവം നടന്നു വരുന്നുണ്ട്. 1840-ൽ പണിതീർത്ത കുതിരമാളിക കേരളീയ വാസ്തുവിദ്യയുടെ തനതായ ഒരു ഉദാഹരണമാണ്. പ്രത്യേകമായ മേൽക്കൂരകളും വലിയ തൂണുകളുമുള്ള വരാന്തകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 6 മുതൽ 12 വരെയാണ് പ്രധാന അങ്കണത്തിൽ സ്വാതി തിരുനാൾ സംഗീതോത്സവം നടക്കുന്നത്. ഇതിൽ കർണാടക, ഹിന്ദുസ്ഥാനി സംഗീത വിദ്വാൻമാർ പങ്കെടുക്കാറുണ്ട്. ഈ കൊട്ടാരത്തിലേക്കുള്ള
ഇതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഈ കൊട്ടാരത്തിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അഡൽട്ട്സിന് ടിക്കറ്റ് ചാർജ് 70 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ്. ഫോറിനേഴ്സിന് 200 രൂപ. ഫോട്ടോഗ്രാഫി എടുക്കുന്നതിന് മൊബൈൽ ക്യാമറ ഔട്ട്സൈഡ് മാത്രം നമുക്ക് 50 രൂപയും ഇൻസൈഡ് സ്പെഷ്യലായിട്ട് ഫോട്ടോഗ്രാഫിക്ക് 500 രൂപയുമാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് സമയം രാവിലെ 8:30 തൊട്ട് 1 മണി വരെയും ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 5:30 വരെയുമാണ്. തിങ്കളാഴ്ച ദിവസം മ്യൂസിയം അവധിയായിരിക്കും. നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഈ കൊട്ടാരം. ഈ കൊട്ടാരത്തിലുള്ള സ്വാതിതിരുനാൾ മഹാരാജാവിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൽ ഏത് കോണിൽ നിന്ന് നോക്കിയാലും രാജാവ് നമ്മെ നോക്കുന്നതായി നമുക്ക് തോന്നും. അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രത്യേക രീതിയിലുള്ള പെയിൻറ്റിങ്ങാണ് അത്. പിന്നീട് ഇവിടെ നിരവധിയായിട്ടുള്ള മനോഹരമായ കാഴ്ചകൾ, ശില്പകലാ ഭംഗി, വാസ്തുശില്പകല വൈദഗ്ധ്യം, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അവധിക്കാലത്ത് കുട്ടികളുമൊത്ത് ഈ മ്യൂസിയം സന്ദർശിക്കുന്നത് ഒരു നല്ല അനുഭവമായിരിക്കും. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും പറ്റിയുള്ള കൂടുതൽ അറിവുകൾ പകരാൻ ഇത് കുട്ടികളെ സഹായിക്കും. ഈ വീഡിയോയെപ്പറ്റി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.